പോപ്പുലർ ഫ്രണ്ട് സെപ്റ്റംബറിൽ 2022 കേന്ദ്ര സർക്കാർ നിരോധിച്ച ഒരു സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കർഷക സമരത്തിലൂടെയും CAA വിരുദ്ധ സമരത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് അത്ര വേഗമൊന്നും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയില്ല. നിരോധിച്ചാലും മറ്റു പാർട്ടികളിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അവർ നടത്തുന്ന കൃത്യങ്ങൾ, അവർ നടത്തുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യയെ തന്നെ പലപ്പോഴും ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊല ചെയ്ത അഫാന് ഇത്തരം സ്ലീപ്പർ സെല്ലുകളുമായി ബന്ധമുണ്ടായിരുന്നു. കാരണം PFIയുടെ ഒരു കൊലപാതക രീതിയാണ് അഫാൻ സ്വീകരിച്ചിരുന്നത്. അത്തരം സംഘടനകൾ നടത്തുന്ന ഒരു കൊലപാതക രീതിയാണ് അഫാൻ സ്വീകരിച്ചിരുന്നത് എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ചില ആരോപണങ്ങൾ PFIക്കെതിരെ വന്നത്. പിന്നീട് ഇവർ CPMലേക്കും UDFലേക്കും ഒക്കെ നുഴഞ്ഞു കയറി ഇതിന്റെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകളും വന്നിരുന്നു. പിന്നീട് ഒരു യോഗയുമായി ബന്ധപ്പെട്ട് പേര് മാറ്റി PFI വന്നതാണ് എന്നൊക്കെ തരത്തിൽ ചില ചർച്ചകൾ വന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ PFI കേരളത്തിൽ തയ്യാറാക്കിയിരുന്ന ഹിറ്റ് ലിസ്റ്റുകളിൽ ഒരു ജില്ലാ ജഡ്ജി വരെ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് നമ്മൾ എത്ര പിഴുതു മാറ്റാൻ ശ്രമിച്ചാലും ഇവരൊക്കെ ഈ ആഴത്തിൽ വേരൂന്നി കിടക്കുന്നവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരെയൊക്കെ ഈ പിഴുതു മാറ്റിയാലും ഇതിൻ്റെ വേരുകൾ അവിടെ കിടന്ന് വീണ്ടും വീണ്ടും മുളച്ചു വരുന്ന തരത്തിലേക്ക് ഇവരൊക്കെ ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളെ റാണയുടെ കേസുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോഴും ഇതുപോലെ ചില സ്ലീപ്പർ സെല്ലുകളുമായി PFIയുമായൊക്കെ ബന്ധമുള്ള ചില കാര്യങ്ങൾ ആ സമയത്തും ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് വരുന്നത്. ഒന്നും രണ്ടുമല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 950ഓളം ആളുകൾ ഉണ്ട് എന്നാണ് NIA, ദേശീയ അന്വേഷണ ഏജൻസി NIA കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നും രണ്ടുമല്ല, 950 ആളുകൾ എന്നാണ് പറയുന്നത്. മാത്രം ഹൈക്കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം NIA വ്യക്തമാക്കുന്നത്. ഒരു ജില്ലാ ജഡ്ജിയും ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് NIA പറയുന്നത്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് 950 പേരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ഇവരെ തീർക്കാനായിട്ടുള്ള ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റിൽ ഒരു ജില്ലാ ജഡ്ജിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകരമായ കാര്യം എന്ന് പറയുന്നത്. അതായത് ഇവരിവിടെ നമുക്കറിയാം 2047 ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് സഹായം ചെയ്യുന്നവരാണ് ഈ പിഴുതു മാറ്റിയെങ്കിലും അല്ലെങ്കിൽ ഈ അടർത്തിക്കളഞ്ഞെങ്കിലും ഈ സംഘടന എന്ന് പറയുന്നത്. ഇവർക്ക് ഗൾഫിൽ നിന്നും മറ്റു മേഖലയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വരവുണ്ട് എന്നൊക്കെയുള്ള ചില വാർത്തകൾ NIA കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് ഇവർക്ക് പണം അയക്കുന്നത്, എവിടെ നിന്നാണ് ഇവർക്ക് പണം വരുന്നത്, മറ്റേതൊക്കെ ഭീകര സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ട്, അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചിരിക്കുകയാണ്. ഇതിന്റെ സംസ്ഥാന സെക്രട്ടറി CA റൌഫിനെ പിടിക്കുന്നത് ആദ്യം തലയാണ് വെട്ടാൻ തുടങ്ങിയത്. പക്ഷെ തല വെട്ടിയപ്പോഴും ഉടലിന്റെ ഭാഗത്തുള്ളവർ, അതായത് 1ഉം 2ഉം നിര നേതാക്കളെ മാത്രമേ NIAക്ക് അകത്താക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ബാക്കിയുള്ളവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും അവർ ഓരോയിടത്തും നുഴഞ്ഞു കയറിക്കൊണ്ട് അവർ ലിസ്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് ഓരോരുത്തരെ തീർക്കേണ്ട കാര്യങ്ങളിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ, P സഖീർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത സത്യവാങ്മൂലത്തിലാണ് NIA ഇത്തരം ഒരു നിർണായകമായ കാര്യം വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ കോടതിയിൽ പറയുന്നത് എന്നുള്ളത്. അതായത് ഇവർക്കാർക്കും, ഈ പറയുന്ന ആളുകൾക്ക്, പാലക്കാട് സ്വദേശിയ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ P സാഹിർ എന്നിവർക്ക് ജാമ്യം നൽകരുത്. ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ 950 പേർ ഇപ്പോഴും ഇവർ ലിസ്റ്റ് ഉണ്ടാക്കിയതിലുണ്ട്. അതിലൊരു ജില്ലാ ജഡ്ജി വരെ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇവരെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും. മാത്രമല്ല ഇന്ത്യയെ തന്നെ വലിയ രീതിയിൽ അത് ബാധിക്കും. ഇന്ത്യയിലെ ആളുകളെ തന്നെ അല്ലെങ്കിൽ ഭീകരവാദത്തെ ഇവർ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറും. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കരുത്. ആ ജാമ്യത്തെ എതിർത്തുകൊണ്ട് നൽകിയ സത്യവാങ്മൂലത്തിൽ NIA പറയുന്ന കാര്യങ്ങൾ കേട്ട് സത്യത്തിൽ ഇന്ത്യയിലെ ഭരണകൂടം തന്നെ ഞെട്ടിയെന്നാണ് പറയുന്നത്. 2022 ഡിസംബറിൽ പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സിറാജുദ്ദീനിൽ നിന്ന് 240 പേരുടെ പട്ടികയാണ് NIA പിടിച്ചെടുത്തത്. ആലുവ പെരിയാർ വാലിയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ
ഓഫീസിൽ നിന്ന് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട 5 പേരുടെ പേരുകൾ കൂടി കിട്ടി. അറസ്റ്റിലായ അയൂബിന്റെ വീട്ടിൽ നിന്ന് 500 പേരുടെ പട്ടികയാണ് പിടിച്ചെടുത്തത്. പെരിയാർ വാലിയിൽ നിന്ന് ഈ നേരത്തെ പറഞ്ഞ ആലുവയിലെ പെരിയാർ വാലിയിൽ നിന്ന് 232 പേരുടെ പട്ടിക പിന്നെയും കിട്ടിയതായിട്ടാണ് NIA കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ അവരുടെ പട്ടിക തയ്യാറാക്കിയതാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചിരുന്നതെന്നും NIA പറയുന്നു. അതായത് തങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ, തങ്ങളെ ആരെങ്കിലും എതിർക്കാൻ തുടങ്ങിയാൽ അവരെ തീർത്ത് കെട്ടുക, ഇതാണ് PFI കണ്ടിരുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പൊ അരിയും മലരും കുന്തിരിക്കും കാത്തു വെച്ചോളൂ, ഞങ്ങളിതാ വരുന്നുണ്ട്, നിന്റെയൊക്കെ കാലന്മാരെ എന്നൊക്കെ വിളിച്ച മുദ്രാവാക്യങ്ങളൊന്നും നമ്മളാരും ഇതുവരെ മറന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഘടനകൾ ഇവർ ജയിലിൽ, ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒക്കെ ജയിലിലായെങ്കിലും ഇതിന്റെ അണികൾ പുറത്തിരുന്നു കൊണ്ട് നടത്തുന്ന കാര്യം നമുക്കറിയാം. രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് വളരെ മൃഗീയമായിട്ടായിരുന്നു. ആ കൊലപാതകം എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ കൊലപാതക രീതി മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നീട് അഫാന്റെ കേസിൽ അത്തരം ചർച്ചകൾ വരെ വരാൻ കാരണമായത്. കാരണം ഈ ചുറ്റിക കൊണ്ടടിക്കുക, മകുടം കൊണ്ടടിക്കുക, ഇതൊക്കെ ഈ അത്തരത്തിൽ കൊല്ലുക എന്നത് PFIയുടെ ഒരു പ്രത്യേക രീതിയാണ്. നേരത്തെ ഈ നായ്ക്കളെ കൊന്നുകൊണ്ട് ഇവർ ചില പരിശീലനങ്ങളൊക്കെ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് കേരളത്തിലെ ഒരു ജില്ലയിൽ സ്ഥിരമായി നായ്ക്കൾ ഈ വാളുകൊണ്ടൊക്കെ കഴുത്തറുത്ത് മരണപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ആദ്യമൊക്കെ അത് വലിയ സംശയം തോന്നില്ല. പിന്നീട് നാട്ടുകാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംശയം തോന്നി. അവർ അത് അന്വേഷണ ഏജൻസികളെ അറിയിക്കുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു. അവർ പിന്നീട് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടത്. ആയുധ പരിശീലനം നടത്തിയിരുന്നത് നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ഈ വെഞ്ഞാറമൂടും ഈ അഫാന്റെ കൊലപാതകത്തിന് അഫാൻ കൊലപാതകം നടത്തുന്നതിന് 1 മാസം മുൻപ് ഇത്തരത്തിൽ നായ്ക്കൾ ഈ തലയ്ക്കടിച്ച്, കല്ലുകൊണ്ടോ ചുറ്റുകൊണ്ടോ തലയ്ക്കടിച്ച് മരണപ്പെട്ട രീതിയിൽ നായ്ക്കളെ കണ്ടിരുന്നു എന്ന് അവിടുത്തെ നാട്ടുകാരും പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പോ 2022ഓടെ PFIയെ നിരോധിച്ചു, SDPIയെ നിരോധിക്കണമെന്നുള്ള ശക്തമായ വാദങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കർഷക സമരത്തിൽ പോലും അന്ന് ഖാലിസ്ഥാൻ വാദികൾ ഇതിനിടയ്ക്ക് കയറി നമ്മുടെ ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻ പതാകയൊക്കെ ഉയർത്താനുള്ള ശ്രമം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ PFI അന്ന് കർഷകർക്കിടയിലേക്ക് കയറി അവിടെ ഒരുപാട് ഫണ്ട് ഇറക്കിക്കൊണ്ട് ഇന്ത്യ തകർക്കാനുള്ള പല നീക്കങ്ങളും നടത്തിയിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ ആലുവയിലെ പെരിയാറിൽ നിന്നും വലിയ രീതിയിലുള്ള വിവരങ്ങൾ 500 പേരുടെയും 200 പേരുടെയും ഒക്കെ ലിസ്റ്റുകൾ ഇവർ തയ്യാറാക്കി വച്ചിരുന്നു. അതിൽ ജില്ലാ ജഡ്ജിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. സത്യത്തിൽ ഈ PFIയെ സംബന്ധിച്ചിടത്തോളം ഇവരെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഇവർക്ക് പിന്നിലുണ്ട്. അതായത് സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ, ഈ ദുബായിലും അല്ലെങ്കിൽ പ്രവാസ ലോകത്തിരിക്കുന്ന പലരും ഇവർക്ക് ഫണ്ട് അയക്കുന്നത് മറ്റു പലരെയും ഒന്നുകിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഉയർന്ന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ അക്കൗണ്ടുകൾ വഴിയാണ് പലപ്പോഴും ഈ പണ കൈമാറ്റങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് 6 മാസങ്ങൾക്ക് മുൻപാണ് NIA അത്തരം ഒരു വാർത്തകൾ പുറത്തുവിട്ടത്. അപ്പോൾ PFIയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ അറുത്ത് മാറ്റിയാലും വീണ്ടും പുനർജനിച്ച് വരുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഭീകരർ നുഴഞ്ഞു കയറിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിൽ PFI സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിച്ചുകൊണ്ട് വീണ്ടും തഴച്ചു വളർന്നാൽ അത് ഇന്ത്യ മഹാരാജ്യത്തിന് വലിയ ദോഷകരമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത്തരത്തിലൊരു നീക്കങ്ങളിലേക്കാണ് PFI കടക്കുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും ഇനി ദേശീയ അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്? PFI നിരോധിച്ച സമയത്ത് വലിയ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നു വന്നതാണ്. അങ്ങനെയാണെങ്കിൽ RSSനെ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ RSS ഇതുവരെ ആരെയും കൊല്ലാനായി അല്ലെങ്കിൽ ആരെയും തീർക്കാനായി ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടില്ല എന്നുള്ളതും, അവരിത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തില്ല എന്നുള്ളത്, അവരുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 100 വർഷമായി ഇന്ത്യയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്ന് പറയുന്നത്. അതിന്റെ വാലിൽ കെട്ടാൻ പോലും ഇല്ല PFI എന്ന് അറിയാത്ത പലരുമാണ് ഈ RSSനെ PFIയെ ഒരുമിച്ച് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത്. എന്തായാലും PFIക്ക് ഒരു എന്താ പറയുക, ആത്യന്തികമായ ഒരു പതനം ആവശ്യമാണ്. അതിനെന്ത് നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്? കാത്തിരുന്ന് തന്നെ കാണണം.